കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നതിനനുസരിച്ചാണ് കേരള സർക്കാർ ഭരിക്കുന്നതെന്ന് ഒരു ഘട്ടത്തിൽ പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോഴെങ്കിലും വന്ന് പറയണ്ടേ ഈ പിണറായി വിജയൻ ഞാനാണ് കേരളം ഭരിക്കുന്നത്, കാന്തപുരം പറഞ്ഞിട്ടല്ല എന്ന് പറയണ്ടേ? മലപ്പുറത്ത് ജീവിക്കാൻ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം പേരുണ്ടാണ്, സർക്കാരാണ്. എല്ലാവർക്കും തുല്യാവകാശം ഉറപ്പാക്കേണ്ട ഒരു ഭരണകൂടം പറയണ്ടേ മലപ്പുറത്ത് ഒരു പ്രശ്നവുമില്ല, എല്ലാവർക്കും സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന നാടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാനുള്ള ബാധ്യത ഭരണകൂടത്തിനില്ല. എന്താ അത് പറയാത്ത ഭരണകൂടം? ഏത്? അതായത് മത്തായി ചാക്കോ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞതുപോലും ദഹിക്കാതെ അത് പറഞ്ഞ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച അത്ര ഉറപ്പുള്ള നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു നേതാവ് പറയുമ്പോൾ ആ നേതാവിനോട് വൃത്തികേട് പറയരുത് എന്ന് പറയാൻ പിണറായി വിജയന് ബാധ്യതയില്ലേ? അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ആഫീസിൽ നിന്ന് ഇടുന്ന പേപ്പർ വെച്ചിട്ടല്ല ഞാൻ ഭരിക്കുന്നത് എന്ന് പറയാനുള്ള ആംബിയർ വേണ്ടേ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ആംബിയർ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെവിടെയാണ് പോയത്? അല്ലെങ്കിൽ 10 വർഷമായി ഞങ്ങൾ ഭരിച്ചിട്ട് കോളേജിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഇല്ല, ഞങ്ങളത് പരിശോധിച്ചാണെന്ന് പറയാൻ പറ്റണ്ടേ? അത് പറയാതെ കളിക്കുന്ന ഈ കളി കൊണ്ട് എന്താണ് അമിത്ഷായുടെ മറ്റേ പേരുള്ള സാധനമല്ലോ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതുകൊണ്ട് ഗുണം കിട്ടുമെന്നാണ് വിചാരിച്ചെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടത്. സോ അതുകൊണ്ട് ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി പൊളിയുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ധന്യ മൈ ഫൈനൽ സെൻറ്റൻസ് ഈസ് വെള്ളാപ്പള്ളി പൊളിയുന്നതിൻ്റെ കൂടെ പൊളിയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് എൻ്റെ പേര്. കാരണം വെള്ളാപ്പള്ളി ഇവിടെ ഈ മാധ്യമപ്പുറത്തും ചോദിക്കുന്നു 10 വർഷമായിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. കാരണം അടുത്ത വാക്ക് അദ്ദേഹത്തിന് പറയാനില്ല. അപ്പോൾ ആ പൊളിഞ്ഞു വീഴുന്നതിൻ്റെ കൂടെ പൊളിയുന്നത് ആരാണ്? ഈ പാർട്ടി കൂടി പൊളിയാണ്. കാരണം ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണല്ലോ. അന്ന് പൊളിയുമ്പോൾ മറ്റേത് കൂടി പൊളിയും. ഇന്നിപ്പോൾ ഇത്ര വലിയ അധിക്ഷേപം ആ മാധ്യമ പ്രവർത്തകനെതിരെ ചൊരിഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, കേരളത്തിലെ ലെഫ്റ്റ് സ്പേസിൽ നിന്ന് നിങ്ങൾ വലിയ ശബ്ദം കേൾക്കുന്നുണ്ടോ? വലിയ പ്രതിഷേധങ്ങൾ കേൾക്കുന്നുണ്ടോ? വൃത്തികേടും വർഗീയതയും പറയാൻ പാടില്ല, കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സാണ് എന്ന് പറയുന്ന മറ്റ് പല സംഘടനകളെയും ആക്ഷേപിക്കാൻ കാണിക്കുന്ന അമിതാവേശത്തിൻ്റെ അംശത്തിലൊന്ന് കാണുന്നുണ്ടോ നമ്മളിപ്പോൾ ഇതിനെതിരെ പറയാൻ? കാണുന്നില്ല. നിശബ്ദത അവലംബിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി വ്യാജം പറഞ്ഞ് പൊളിഞ്ഞപ്പോഴും അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യേണ്ട, അതിന് പ്രചാരം കൊടുക്കേണ്ട ഒരു വലിയ സംഘം, വലിയൊരു ടീം, അതിലൊരു വലിയൊരു ലെഫ്റ്റ് സർക്കിൾ അവർ മൗനം അവലംബിക്കുകയാണ്. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളിയോട് ഞാൻ വീണ്ടും പറയുന്നത്, മാധ്യമപ്രവർത്തകരെ നിങ്ങൾ നിരന്തരമായി ചോദ്യം ചോദിക്കുക. അദ്ദേഹം ആ ചോദ്യങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് പൊളിഞ്ഞു വീഴട്ടെ. അപ്പോൾ അദ്ദേഹത്തെ കാണുന്ന ആളുകൾ, അദ്ദേഹത്തെ മഹാബിംബമായി കാണുന്ന അദ്ദേഹവും പൊളിയട്ടെ. അദ്ദേഹം ഒരു മഹാബിംബം, ഗുരുവിൻ്റെ പിന്തുടർച്ചക്കാരെന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയും ജാള്യതയോടെ മുഖം താഴ്ത്തട്ടെ. അങ്ങനെ നമുക്ക് ഈ കെടുതിയെ മറികടക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയാം.